അറിയില്ല സാർ. അറിയില്ലേ? സത്യം പറഞ്ഞോടി, അവൻ എവിടെ ഒളിപ്പിച്ചു? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടി. ഞാനിവിടെ വന്നിട്ട് പോയെന്ന് അവനോട് പറഞ്ഞേക്ക്. അയ്യോ സർക്കിളെ, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ടോ, പട്ടാപ്പകൽ വീട്ടിൽ കയറി മോഷണം പിടിച്ചു പറയും. ഞങ്ങൾ ആണുങ്ങളിവിടെ ഉണ്ടായിരുന്നോണ്ട് ഇവനെ പിടിച്ചു കിട്ടി. സൂപ്പർമാൻ സ്പീക്കിംഗ്. എന്താടോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ? ഹലോ, മിനിസ്റ്റർ MSV സ്പീക്കിംഗ്. ഇന്ന് രാത്രി വരെ, ഏറിയാൽ നാളെ രാവിലെ വരെ നിന്റെ പേരിനൊപ്പം നിനക്ക് ആ പദം പറയാനാവൂ, മിനിസ്റ്റർ. നാളെ നീ വെറും MSV. അല്പം കൂടി കഴിഞ്ഞ ആ പേര് നിനക്ക് നഷ്ടമാവും. പിന്നെ നീ വല്ല 218 312 ആയി മാറും. ജയിലിൽ അങ്ങനെ സാറേ, പേരില്ല, നമ്പറാ, വെറും നമ്പർ. നിനക്ക് എന്താ വേണ്ടത്? പണം വേണോ? എത്ര വേണമെന്ന് പറ, ഞാൻ തരാം. തരണ്ട, എവിടെയാ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ മതി, ഞാനെടുത്തോളാം. അതാണല്ലോ എന്റെ പണി. ഇപ്പോഴൊരു സാധനം മോഷ്ടിച്ചിട്ട് വന്നിരിക്കുക. അത് ഇന്ന് രാത്രി ഞാൻ പോലീസിന് കൈമാറും. അതോടെ തന്റെ നെഞ്ചത്ത് നമ്പർ വീഴുമടോ MS. ഇപ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ഉറ്റ സ്നേഹിതൻ രാജൻ ഫിലിപ്പിന്റെ രഹസ്യ സൂക്ഷിപ്പ് മുതലാണ് ഉരുപ്പടി. താൻ നേരിട്ട് നടത്തിയ സകല കൊള്ളരുതായ്മകളും താൻ അറിയാതെ അയാൾ വീഡിയോ ടേപ്പിലാക്കി വെച്ചു. ഇതിപ്പോ ഏറ്റവും വലിയ തെളിവാ. നിനക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത തെളിവ്. നിനക്കൊരു കൊലക്കയർ വാങ്ങിത്തരാൻ ഇത് ധാരാളം. എടോ, ഞാൻ നേരിട്ടിടപെട്ട ഏർപ്പാട് വല്ലതും താൻ വീഡിയോ ടേപ്പിലോ മറ്റോ ആക്കി വെച്ചിട്ടുണ്ടോ? എന്താ MSV പറയുന്നത്? എന്റെ തലക്ക് വല്ല ഓളമുണ്ടോ? അതാ എനിക്കും തോന്നിയത്. ഓളമുണ്ടെന്നാ? താൻ അങ്ങനെ ഒരു ചതിയേണ്ട ആവശ്യമില്ല. ഇത് അവൻ എന്നെ ഒന്ന് പേടിപ്പിച്ചത്. എന്നതാ അവൻ പറഞ്ഞേ? എന്നെ വരുതിക്ക് നിർത്താൻ താൻ ചില കാസറ്റുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതവന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രിയിൽ അതവൻ പോലീസിൽ ഏൽപ്പിക്കും അത്രേ. അയ്യോ, ചതിച്ചോ? കാസറ്റ് കാസറ്റ് അവന് കിട്ടി. എങ്ങനെ? എല്ലാം വിശദമായിട്ട് ചോദിക്കല്ലേ MSV? അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ഹലോ, എങ്ങനെയാ കിട്ടിയത്? എന്താണ് അവൻ പറഞ്ഞത്? എന്താടോ അങ്ങനെ വല്ലതും? ഉള്ളതാ.